ടീമിനെ വെച്ച് അന്വേഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ട ഒരാൾ ഞാനായിരുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കണം. അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങളും അന്വേഷിക്കണം. പുതുതായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതും പറയാനുള്ള അവസരം കൊടുക്കണം. അത് സത്യസന്ധമാണോ എന്നുള്ളത് പരിശോധിച്ച ശേഷമാണ് നിയമമാർഗത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്. അത് പോലീസിന് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ട ശേഷം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഇരകൾക്ക് നിർഭയമായി തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും തങ്ങളുടെ പരാതികൾ പറയാനുമുള്ള അവസരമുണ്ടാകണം. അവർക്കതിന് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തണം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. അന്വേഷിച്ചിട്ടാണ് ബോധ്യപ്പെട്ട ശേഷമാണ് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ നിയമപരമായ വശം. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് സത്യസന്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതും ഈ കമ്മീഷൻ്റെ ചുമതലയാണ്. അപ്പോൾ ഈ കമ്മീഷൻ, ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമയബന്ധിതമായി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സമയബന്ധിതമായി ഇത് അന്വേഷിച്ച് ഇതിൻ്റെ ഓരോ മെറിറ്റും പരിശോധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സിനിമാ മേഖലയിലുള്ള എല്ലാവരും കുഴപ്പക്കാരാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അവരെല്ലാവരെയും നമ്മുടെ സംശയത്തിന് നിഴൽ നിർത്തുന്നത് ശരിയല്ല. പക്ഷെ കുറ്റക്കാർ ഉണ്ടെങ്കിൽ ആ കുറ്റക്കാരെ വെറുതെ വിടാനും പാടില്ല. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമപരമായ നടപടിയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് ഭരിക്കാൻ അറിയാത്തൊരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ പോലും ഇവർക്ക് നടപടികൾ സ്വീകരിക്കാമായിരുന്നു. ആ നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, ഗുരുതരമായ വീഴ്ചയാണ് സംഭവങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ച് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഇരകളായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായും സംരക്ഷണം ഉറപ്പുവരുത്തുകയും അവർക്ക് നീതി നൽകുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അല്ല, ആർക്കെതിരെയാണെങ്കിൽ ഞാൻ പറഞ്ഞത്, വെളിപ്പെടുത്തലുകൾ ഈ SIT പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് അത് അവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഞാനിപ്പോൾ ഒരു വ്യക്തിയെ പറ്റിയല്ല പറഞ്ഞത്, പൊതുവായി ആരെപ്പറ്റി പരാതികളുണ്ടെങ്കിലും ആ പരാതികൾ പരിശോധിക്കേണ്ടത് ഈ SITയുടെ ചുമതലയാണ്. അല്ല, SIT എന്ന് പറയുന്നത് ഇപ്പോൾ SIT രൂപീകരിച്ചല്ലോ, അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് സത്യാവസ്ഥ കണ്ടെത്തി തെറ്റ് ചെയ്തിട്ടുള്ള ആരെയും സ്പെയർ ചെയ്യാൻ പാടില്ല. കുറ്റക്കാരെ ആരെയും വെറുതെ വിടാൻ പാടില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇവിടെ സ്ത്രീകൾക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ്. അതെ ഞാൻ പറഞ്ഞു, ആർക്കെതിരെ വന്നാലും അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട. അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് SITക്ക് അധികാരമുണ്ടല്ലോ, അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയല്ലേ. അപ്പോൾ അവർ അന്വേഷിക്കട്ടെ. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞാണ് ഇത് ചെയ്യണമെന്ന് ഗവൺമെന്റിനോട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും വസ്തുതകളും കൂടി പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം എവർക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ വ്യക്തത വരും? സർക്കാരിന് തന്നെ വ്യക്തതയില്ലല്ലോ. മന്ത്രിമാർ തന്നെ തിരിച്ചും മറിച്ചും പറയുന്നു. അങ്ങനെയല്ല, അവിടെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് പോസ്കോ കേസുകൾ, സ്ത്രീപീഡന കേസ്, ഇതെല്ലാം റിവീൽ ചെയ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ റിവീൽ ചെയ്യപ്പെട്ടാൽ അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. ആ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത്ര ആളുകൾ മാറി നിൽക്കുന്നത്. ഒരു കോൺഗ്രസ് ലീഡറിനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ശരി, അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കണ്ട. ആര് തെറ്റ് ചെയ്താലും അതിനകത്ത് നടപടി ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഞാൻ പറഞ്ഞ ആരുടെ കാര്യം, ഞാൻ വ്യക്തിപരമായി ഒരാളിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന് അവർക്ക് അർഹപ്പെട്ട ശിക്ഷ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് അത് ഞാൻ പറഞ്ഞത്. അവർക്ക് അതുകൊണ്ട് അത് പരിശോധിച്ച് ഇപ്പോൾ ഏതായാലും കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ, കമ്മീഷൻ വന്നല്ലോ, കമ്മിറ്റി SIT വന്നല്ലോ, SIT അന്വേഷിക്കട്ടെ. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുവാണ്, ഇത് അന്വേഷണത്തിൽ തെളിയുവാണെങ്കിൽ മാത്രം മാറി നിന്നാൽ മതി എന്നല്ലല്ലോ. അതൊക്കെ ഓരോരുത്തർ രണ്ടുപേരും മാറി നിന്നല്ലോ. അപ്പം അത് ശരിയാണോ എന്നുള്ളത് അവർക്ക് തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടേണ്ടത് അത് അവരുടെ ധാർമ്മികതയാണ്. ഓരോരുത്തർക്കും ധാർമ്മികത വ്യത്യസ്തമാകും, അതുകൊണ്ടായിരിക്കും അവരെ ചെയ്യാത്തത്. ഓരോരുത്തർക്കും അവരുടെ ധാർമ്മികത അനുസരിച്ച് ചിന്തിച്ച് തീരുമാനം തീർച്ചയായിട്ടും അതാണ് വേണ്ടത്.